മഹിയേട്ടാ. അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി നിൽക്കുമ്പോൾ വാതിലിൽ നിൽക്കുന്ന അഗ്നിയെ കണ്ട ചന്തു മുഖമുയർത്തി. എന്താടാ? കണ്ണിൽ പ്രണയം നിറച്ചുകൊണ്ട് അവൻ ചോദിച്ചു. ഇതാണോ മഹിയേട്ടൻ്റെ ഫ്രണ്ട്? അതേടാ, ഇതെൻ്റെ ചങ്ക്, അഗ്നിദേവ് റായ്ചന്ദ്, മുംബൈ ഡബിൾ. അവൾ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി. നേരിയ പുഞ്ചിരിയോടെ നിൽക്കുന്ന അവൻ്റെ നേർക്ക് മഹി ചന്തുവുമായി നടന്നു. ദേവാ, ഇതെൻ്റെ ചന്തു. അതിനെ നീ എടുത്തു പറയേണ്ട കാര്യമുണ്ടോ ഇച്ചു? ഇച്ചു. ആ വിളി കേട്ട ചന്തു മിഴികൾ വിടർത്തി അവരെ നോക്കി. ദേവാ, നീ എങ്ങനെ ഇവിടെ? അതും കറക്റ്റ് സമയത്ത്? അമ്പരപ്പോടെ മഹി ചോദിക്കുമ്പോൾ അഗ്നി ഒന്ന് ചിരിച്ചു. അപ്പോഴും അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ചന്തുവിനെ. എൻ്റെ കോൾ നീ കട്ട് ചെയ്തു വിടണമെങ്കിൽ നീ അത്രയും ക്രൂഷ്യൽ സിറ്റുവേഷൻ ഫേസ് ചെയ്യുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അതും പറഞ്ഞുകൊണ്ട് അഗ്നി മഹിയുടെ കഴുത്തിൽ കിടന്ന ചെയിൻ വിരൽ കൊണ്ടുയർത്തി. ഇതിവിടെ കിടക്കുന്നത് നീ മറന്നിട്ടുണ്ടാകും ഇച്ചു. പക്ഷെ ഞാൻ അതുകൊണ്ട് കൃത്യമായി ഇങ്ങെത്താൻ കഴിഞ്ഞു. മഹി വിടർന്ന് ചിരിച്ചു. കാര്യമറിയാതെ ചന്തു മിഴിച്ചു നോക്കി. അവൾ അവൻ്റെ നെഞ്ചിൽ വിരൽ കൊണ്ട് ഞോണ്ടി. അവൻ പുരികമുയർത്തി. അതിലെന്താ? അവൻ മനോഹരമായി ഒന്ന് ചിരിച്ചു. ഇതിലേ ഒരു കുഞ്ഞി ചിപ്പുണ്ട്. എൻ്റെ ദേവിന് പേടിയായിരുന്നു ആരെങ്കിലും എന്നെ അറ്റാക്ക് ചെയ്യുമോ എന്ന്. അപ്പോൾ അവൻ വാങ്ങി കഴുത്തിലിട്ട് തന്നതാ ഈ ചെയിൻ. അത് അവളുടെ കണ്ണിൽ പിന്നെയും സംശയം നിറഞ്ഞു നിന്നു. എടോ, തനിക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ കാണും. പക്ഷേ ഇപ്പോൾ നമുക്കിവനെ ഇവിടെ ഇങ്ങനെ നിർത്തണോ? നമുക്ക് വീട്ടിലേക്ക് പോകാം. അവൾ അവനെ നോക്കി ഒന്ന് ചെറിയ പുഞ്ചിരിയോടെ അവർ തിരിച്ചു നടന്നു. ഭയങ്കര ഗൗരവക്കാരനാണെന്ന് തോന്നല്ലോ മഹിയേട്ടാ. അങ്ങനൊന്നുമില്ലടോ, പാവ അവൻ അവളെയും ചേർത്ത് പിടിച്ച് പുറത്തേക്കിറങ്ങി. ദേവാ, ഇപ്പം ഇങ്ങോട്ടുള്ള വരവിൻ്റെ ലക്ഷ്യം നീ പറഞ്ഞില്ലല്ലോ. നമ്മൾ പിരിയുമ്പോൾ ഇവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം ഡിസ്കസ് ചെയ്തത് ഓർമ്മയുണ്ടോ ഇച്ചു? ആ, അതിനാണോ നീ ഒരു വാക്ക് പോലും പറയാതെ വന്നത്? ഞാൻ നിനക്ക് ഡീറ്റെയിൽസ് മെയിൽ ചെയ്തിരുന്നു. നീ അത് കാണാത്തപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനിവിടേക്ക് വരേണ്ടത് അത്യാവശ്യമാണെന്ന്. അല്ലെങ്കിലും എൻ്റെ ഹൃദയം മിടിക്കുന്നത് നിന്റെ നെഞ്ചിലാണല്ലോ. മഹി ചിരിയോടെ പറഞ്ഞു. അയ്യോ, അത് ഓർത്തില്ല. അതൊക്കെ പണ്ട് അല്ലേടാ. എവിടെ നിന്റെ പ്രാണൻ, നിന്റെ നച്ചു? അവരെ റിസോർട്ടിലാക്കിയിട്ടാണ് ഞാൻ വന്നത്. ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോഴേ നിന്റെ സ്റ്റാറ്റസ് എനിക്ക് കിട്ടി. പിന്നെ ഞാൻ വിക്രമിനെയും കൂട്ടി ഇങ്ങ് പോന്നു. അത് വേണ്ടായിരുന്നു ദേവാ, നമുക്കെല്ലാവർക്കും മംഗലത്ത് കൂടായിരുന്നു. വേണ്ട ഇച്ചു, നിനക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എടാ, അതല്ല, എന്നാലും നീ നാട്ടിൽ വന്നിട്ട് എനിക്ക് നിന്നെ വേണ്ട വിധം. അഗ്നി കൈ ഉയർത്തി തടഞ്ഞു. പിന്നെ കാറിലേക്ക് കയറിയിരുന്നു. കാർ നീങ്ങിയതും ചന്തു മഹി അമ്പരപ്പോടെ നോക്കി. അവൻ്റെ പ്രകൃതം അതാ. വാ, നമുക്ക് പോകാം. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ കാറിലേക്ക് കയറ്റിയിരുത്തിക്കൊണ്ട് മഹി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. കാറിലിരുന്ന് ഇരുവരും ഒന്നും സംസാരിച്ചില്ല. മഹി പോകുന്നത് വീട്ടിലേക്കല്ലെന്ന് തോന്നിയതും ആ മൗനം അവൾ ഭേദിച്ചു. നമ്മൾ എവിടേക്കാ മഹിയേട്ടാ പോന്നേ? എനിക്ക് നിന്നിലേക്കെത്താൻ വഴി കാട്ടിയ ആളെ കാണാൻ. അതാരാ മഹിയേട്ടാ? അതൊക്കെ നേരിൽ കാണുമ്പോൾ മനസ്സിലാകും. അവൻ്റെ കാർ ചെന്ന് നിന്നത് കളരിക്കൽ തറവാട്ടിലേക്കാണ്. IPS അരുൺ പ്രഭാകർ എന്ന് നെയിം ബോർഡ് കണ്ടതും അവൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. മഹിയുടെ ഫ്രണ്ടായ IPS ആകും തൻ്റെ വിവരം കണ്ടെത്തിക്കൊടുത്തത് എന്നവൾ കരുതി. കോളിംഗ് ബെൽ നീട്ടിയടിക്കുമ്പോൾ മധ്യവയസ്കയായൊരു സ്ത്രീ വാതിൽ തുറന്നു. ഈശ്വർ, നീ ആയിരുന്നോ മോനെ? നിന്നെ എത്ര നാളായി ഒന്ന് കണ്ടിട്ട്. തിരക്ക് തന്നെ തിരക്ക് അല്ലേ? അയ്യോ, അങ്ങനൊന്നുമില്ല ടീച്ചറമ്മേ. ഞാനിങ്ങനെ. അരുൺ, അവൻ വന്നില്ലേ? ജീപ്പ് കാണുന്നില്ല. അവൻ അകത്തുണ്ട് മോനെ, മോൻ വാ. അപ്പോഴാണ് അവന് പിന്നിൽ നിൽക്കുന്ന ചന്തുവിനെ അവർ കാണുന്നത്. അയ്യോ, മോളും ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ലല്ലോ. മാറട ചെക്ക അങ്ങോട്ട്, ഞാൻ എൻ്റെ മോളെ ഒന്ന് കാണട്ടെ. അവർ ചന്തുവിനരികെ ചെന്ന് നിന്ന് അടിമുടി നോക്കി. ദേവത പോലെയുണ്ട്. നീ നിൽക്ക്, ഞാനിപ്പോൾ വരാം. അവർ അകത്തേക്ക് ഓടി. അവൾ എന്താണെന്ന അർത്ഥത്തിൽ മഹിയെ നോക്കി. അവൻ നിറഞ്ഞ പുഞ്ചിരി തൂകി നിന്നു. നിമിഷങ്ങൾ കഴിഞ്ഞതും കയ്യിൽ നിറഞ്ഞ താലവുമായി ടീച്ചർ വന്നു. അവൾ അമ്പരന്നു പോയി.
അവർ ചിരിയോടെ അവരെ ചേർത്ത് നിർത്തി ആരതി ഒഴിഞ്ഞു. മോനെ, ഈ സിന്ദൂരം അവളുടെ നെറുകിൽ തൊട്ടേ. നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ ദേവിക്ക് നേദിച്ചതാ. മരണം കൊണ്ടല്ലാതെ നിങ്ങൾ പിരിയില്ല. അവൾ ഞെട്ടലോടെ മഹിയെ നോക്കി. അവൻ്റെ ഉള്ളൊന്ന് തുടിച്ചു. അവനത് തൊടില്ലെന്ന് അവൾ 100% ഉറപ്പിച്ചു. എന്നാൽ അവൻ്റെ വിരൽ സിന്ദൂരത്തിൽ അമർന്നത് ഏറുന്ന നെഞ്ചിടിപ്പോടെയാണ് അവൾ കണ്ടത്. അവൻ സിന്ദൂരം തൊട്ടെടുത്തു. അവൾക്ക് നേരെ തിരിഞ്ഞു. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവളുടെ മിഴികൾ കടലായി. അവൻ്റെ വിരൽ അവളുടെ നെറുകയിൽ തലോടിയിറങ്ങി. എൻ്റെ അവസാന ശ്വാസം വരെയും എൻ്റെ പാതിയായി നീ എന്നിലുണ്ടാകണം. അവൻ്റെ ഹൃദയം പ്രണയത്തോടെ മുഴിഞ്ഞു. അവളൊന്നും മനസ്സിലാകാതെ അവനെ നോക്കി നിന്നു. അല്ല, എത്തിയോ? ഞാൻ കാത്തിരിക്കുമായിരുന്നു. ആ ശബ്ദം കേട്ടിടത്തേക്ക് അവർ ഇരുവരും തിരിഞ്ഞു. രാമൻ സീതയെ രാവണന്റെ പിടിയിൽ നിന്നും രക്ഷിച്ചു അല്ലേ? പോടാ. ചിരിയോടെ നിന്ന മഹിയെ അവൻ കെട്ടിപ്പിടിച്ചു. ഡോ, എന്താടോ മിഴിച്ചു നിൽക്കുന്നേ? ഞാൻ അരുൺ. ഇതെൻ്റെ ടീച്ചറമ്മ അഭിരാമി തങ്കച്ചി. എൻ്റെ മാത്രം ടീച്ചറല്ലാട്ടോ, ദേ ഇവൻ്റെയും. ഞങ്ങൾ പഴയ കളിക്കൂട്ടുകാരാ. അതൊക്കെ പിന്നീട് വിശദമായി ഇവൻ പറഞ്ഞു തരും. ഇപ്പം വന്ന കാലിൽ പുറത്തു നിൽക്കാതെ അകത്തേക്ക് കയറി വാ. അരുണിൻ്റെ സ്നേഹം കണ്ട ഒരു ഐ പി എസ്സുകാരനാണെന്ന് തോന്നുകയില്ലെന്ന് അവൾ മനസ്സിലോർത്തു. വാ മോളെ. ടീച്ചർ സ്നേഹത്തോടെ അവളുടെ കയ്യിൽ പിടിച്ചു. അരുൺ. ആ വിളിയുടെ അർത്ഥം മനസ്സിലാക്കി അവൻ ചിരിയോടെ അകത്തേക്ക് നോക്കി. കുഞ്ഞേ. എല്ലാവരുടെയും മിഴികൾ അകത്തേക്ക് പാഞ്ഞു. വെളുത്തു മെലിഞ്ഞ സുന്ദരിയായൊരു പെൺകുട്ടി പട്ടുപാവാടയും ബ്ലൗസും ഇട്ട് പുറത്തേക്ക് വരുന്നത് കണ്ട് മഹിയുടെ കണ്ണുകൾ വികസിച്ചു. മഹിയെ കണ്ടതും പരിചയഭാവത്തിൽ അവളുടെ കണ്ണുകൾ വിടർന്നു. അവൻ മുന്നിലേക്കാഞ്ഞ് അവളെ ചേർത്ത് പിടിച്ചു. സുന്ദരി കുട്ടിയായല്ലോ. അവൻ്റെ ചുണ്ടുകൾ വാത്സല്യത്തോടെ അവളുടെ നെറ്റിയിൽ പതിഞ്ഞു. അവൾ കുറുകി ചിരിച്ചു. മോളെ, അതാരാണെന്ന് മനസ്സിലായോ? ആ കുഞ്ഞുമിഴികൾ ചന്തുവിൻ്റെ മുഖത്ത് തറച്ചു. പിന്നെ മഹിയെ നോക്കി പുഞ്ചിരി തൂകി കൈകൊണ്ട് ആക്ഷൻ കാട്ടി. അതേലോ, അങ്കിളിൻ്റെ ഭാര്യയാ. അവൻ്റെ ആ വാക്കുകൾ അവളുടെ നെഞ്ചിനെ കുളിരണിയിച്ചു. മോളില്ലായിരുന്നേ അങ്കിളിന് ആൻറ്റിയെ കിട്ടില്ലായിരുന്നു. അവൻ്റെ ശബ്ദം ഒന്നിടറി. അതവൾക്ക് മനസ്സിലായി. ചന്തുവിന് എന്തൊക്കെയോ ഒരു വെപ്രാളം പോലെ തോന്നി. ഡോ, ഈ മോളാ തന്നെ കൊണ്ടുപോയ വഴികാട്ടി തന്നത്. മിണ്ടാൻ കഴിവില്ലാഞ്ഞിട്ടും വണ്ടി നമ്പർ നിലത്തെഴുതി കാട്ടി. അങ്ങനെയാ എനിക്ക് തൻ്റെ അടുത്ത് എത്താൻ പറ്റിയത്. മഹി അത് പറയുമ്പോൾ വേദനയോടെ അവൾ ആ കുരുന്നിനെ നോക്കി. അറിയാതെ അവൾ ആ കുഞ്ഞിൻ്റെ അരികിലേക്ക് നടന്നു. അവളെ മാറോട് ചേർത്തു. കവളുകളിൽ സ്നേഹചുംബനം നൽകി. മഹി, ആള് നമ്മൾ കാണുന്ന പോലല്ല. ഏതൊരു കാര്യവും ഒരു വട്ടം കണ്ടാൽ മതി. അല്ലാതെ എഴുത്തും വായനയും പഠിച്ചിട്ടല്ല. അതാ വണ്ടി നമ്പർ ആണെന്ന് പോലും കുഞ്ഞിക്കറിയില്ല. എൻ്റെ നെയിം ബോർഡ് കണ്ട് അതുപോലെ എഴുതി. എന്ത് കണ്ടാലും അതുപോലെ മണ്ണിൽ പകർത്തും. നമ്മുടെ കുഞ്ഞ് മിടുമിടിക്കുക മഹി. നമുക്കിവളെ പഠിപ്പിക്കണം. അതിനു മുൻപ് നല്ലൊരു ഡോക്ടറെ കാണിക്കണം അരുൺ. കുഞ്ഞിത്രയും നാളും തെരുവിൽ അലഞ്ഞ് നടക്കുമായിരുന്നില്ലേ? എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോയെന്നറിയണം. അതൊക്കെ ഞാൻ ചെയ്തു. കുഞ്ഞിക്ക് ഒരു കുഴപ്പമില്ല. അവരുടെ സംഭാഷണം ശ്രദ്ധിച്ച ചന്തുവിന് കാര്യങ്ങൾ മനസ്സിലായി. എടാ, ഞാൻ ഇവളെ അങ്ങ് ദത്തെടുത്തു. ഇനി നിനക്ക് വിട്ടു തരില്ലാട്ടോ. അരുൺ ചിരിയോടെ പറഞ്ഞുകൊണ്ട് കുഞ്ഞിയെ ചേർത്ത് പിടിച്ചു. ടീച്ചർ ചിരിയോടെ നോക്കി നിന്നു. അങ്ങനെ കുറച്ച് സമയം അവിടെ ചിലവഴിച്ച ശേഷം അവർ മംഗലത്തേക്ക് തിരിച്ചുപോയി. അവളെ കണ്ട ദേവു ഒറ്റ ഓട്ടത്തിന് വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. എൻ്റെ ഏട്ടത്തി, പേടിപ്പിച്ച് കളഞ്ഞല്ലോ. അവൾ കരയുകയും ചിരിക്കുകയും ചെയ്തു. മോളെ, നിന്റെ വണ്ടി, ചന്ത് വിഷമത്തോടെ പറഞ്ഞു. അതൊക്കെ പോലീസുകാർ ഇവിടെ എത്തിച്ചു തന്നു. മഹിയേട്ടാ, അരുണേട്ടൻ ചാർജ് എടുത്തു അല്ലേ? അവളുടെ സ്വരത്തിലാ മാറ്റം മഹിക്ക് മനസ്സിലായില്ലെങ്കിലും ചന്തുവിന് മനസ്സിലായി. മഹി ഒന്ന് മൂളിക്കൊണ്ട് അകത്തേക്ക് നടന്നു. ചെല്ല്, പോയി ഫ്രഷായി വാ. എന്നിട്ട് എനിക്ക് അറിയണം എല്ലാം. ഇതിൻ്റെയൊക്കെ പിന്നിൽ എൻ്റെ ആങ്ങളെയാണെങ്കിൽ വെച്ചേക്കില്ല ഞാൻ അവനെ. പല്ലുകൾ കടിച്ചുകൊണ്ട് അവളത് പറയുമ്പോൾ ചന്തു ഒന്നും മിണ്ടാതെ തല കുനിച്ച് നടന്നു. അവൾ മുകളിലേക്ക് പോയതും ദേവു തൻ്റെ റൂമിലേക്ക് നടക്കുമ്പോൾ പാട്ടും മൂളി വരുന്ന ലച്ചുവിനെ കണ്ട് ഒന്ന് നിന്നു. എന്താടീ നോക്കുന്നേ? അല്ല, നീ എന്താ ഈ സമയം പുറത്തുനിന്ന് വരുന്നേ? അല്ല, ലച്ചുവേച്ചിക്ക് എന്താ ഇത്ര സന്തോഷം? പാട്ടൊക്കെ പാടിയാണല്ലോ നടപ്പ്. അവളൊന്ന് ചിരിച്ചു. കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ. ഞാൻ ആഗ്രഹിച്ചതൊക്കെ ഇനി നടക്കും. കാണാം. കാണാനൊന്നുമില്ല. ആഗ്രഹിച്ചതെന്തും സ്വന്തമാക്കിയിരിക്കും.
ഈ ഐശ്വര്യലക്ഷ്മി. ഓ ആയിക്കോട്ടെ. അയ്യോ, ഏട്ടത്തിക്ക് കോഫിയാണോ ആവോ? ചോദിക്കാനും വിട്ടു. ലച്ചുവിൻ്റെ മുഖം ചുളുങ്ങി. ഏട്ടത്തിയോ? ഏതേട്ടത്തി? എനിക്കിവിടെ ആരാ ഏട്ടത്തിയായുള്ളത്? ആ ഏട്ടത്തി തന്നെ. പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ കിച്ചണിലേക്ക് കയറാൻ തുടങ്ങി. ലച്ചു പെട്ടെന്ന് അവളെ പിടിച്ചു നിർത്തി. അവൾ വന്നോ? അതെന്താ അങ്ങനെ ഒരു ചോദ്യം? സംശയത്തോടെ ദേവു തിരിച്ചു ചോദിച്ചു. ലച്ചു പെട്ടെന്ന് കാറ്റുപോലെ റൂമിലേക്ക് പോയി. ഭൂതം, ഇവരും കൂടി ചേർന്നാ എൻ്റെ ഏട്ടത്തിയെ. ഛേ, എന്തൊരു ജന്മമാണോ ആവോ. ഇവർക്കൊരു പണി കൊടുക്കണേ എൻ്റെ മഹാദേവ. കൊടുക്കുമ്പോൾ ഒട്ടും കുറയ്ക്കാതെ 8ന്റെ പണി തന്നെ കൊടുക്കണേ. എൻ്റെ ദേവു, അതൊക്കെ ഈ തീത്ത് ചേച്ചി കൊടുക്കില്ലേ? വെറുതെ എന്തിനാ ഈ ചീള കേസിനൊക്കെ മഹാദേവനെ ബുദ്ധിമുട്ടിക്കുന്നേ? റൂമിൽ ചെല്ലുമ്പോൾ മഹി ഡ്രസ്സിംഗ് റൂമിലാണെന്ന് കണ്ട് ചന്തു വല്ലാത്ത ക്ഷീണം കാരണം കയ്യിൽ കിട്ടിയ ഡ്രസ്സും എടുത്ത് ബാത്റൂമിൽ കയറി. അവൾ ആകെ അവശയായിരുന്നു. ഡ്രസ്സ് ചെയ്ത് വന്ന മഹി വാതിലിലേക്ക് നോക്കി. വന്നില്ലേ ഇതുവരെ? ആ പെണ്ണ് പിടിച്ചു നിർത്തിയിട്ടുണ്ടാകും. അവൻ്റെ മുഖം വേർത്തു. അപ്പോഴാണ് ബാത്റൂമിൽ വെള്ളം വീഴുന്ന ഒച്ച അവൻ്റെ കാതിലെത്തിയത്. അറിയാതെ അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. ആ സമയം റിസോർട്ടിൽ. കിച്ചാ. കണ്ണീരോടെ ഫോൺ കാതോട് ചേർത്ത് അവൾ വിളിച്ചു. പാറൂസേ. ഇടറിയ ശബ്ദം കേട്ടതും അവൾ പൊട്ടിക്കരഞ്ഞുപോയി. വിഷമിക്കല്ലേ കിച്ച, ഞാൻ വേഗം വരാം. എനിക്ക് നിന്നെ കാണാതെ പറ്റുന്നില്ലടാ. രാവിലെ ജനാലയിലൂടെ നിന്റെ മുഖം കാണാതെ എനിക്ക്. അവൻ്റെ മുള ചീന്തും പോലെയുള്ള കരച്ചിൽ അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ പെട്ടെന്ന് ഫോൺ കട്ടാക്കി ബെഡിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. മോളെ. അമ്മയുടെ വിളി കേട്ടവൾ പില്ലോയിൽ മുഖം അമർത്തി. എൻ്റെ കുഞ്ഞിന് നാട്ടിൽ പോകാൻ കഴിയാത്തത് വിഷമമാണെന്ന് അമ്മയ്ക്കറിയാം. അത്രയും ദിവസത്തെ ക്ലാസ് നഷ്ടമാകുമെന്നോർത്തല്ലേ ഈ വിങ്ങൽ. അവർ അവളുടെ മുടിയിൽ മെല്ലെ തഴുകി. ചങ്ക് പൊട്ടുന്ന വേദനയോടെ അവൾ മുഖം അമർത്തി തേങ്ങി. അവളുടെ വേദന കണ്ട അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ ഫോൺ എടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു. അപ്പോഴാണ് രഘു അവിടേക്ക് വരുന്നത്. അമ്പി. ആ ഏട്ടനോ? എല്ലാം പാക്ക് ചെയ്തില്ലേ അമ്പി? അതൊക്കെ ചെയ്തു. പക്ഷേ രഘുവേട്ടാ, പാറുമോൾക്ക് വല്ലാത്ത വിഷമമാണ്. കോളേജിൽ പോകാൻ പറ്റില്ലല്ലോ. പക്ഷെ അത് തുറന്നു പറയാനുമില്ല. അത് തുറന്നു പറയുന്നുമില്ല. ഇങ്ങനെ ഉള്ളിലിട്ട് നീറ്റും. അതൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. എന്ത്? മോളിനി ഇവിടുത്തെ കോളേജിൽ പോയാൽ മതിയല്ലോ. അയ്യോ രഘുവേട്ടാ, അതും ഇതും ഒന്നുമില്ല അമ്പി. നിങ്ങളിനി ഇവിടം വിട്ടു പോകുന്നില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. സാരഥിയുടെ അവസാനം വരെയും നീ അവൻ്റെ വേദനയായിരുന്നു. അവൻ്റെ ആത്മാവെങ്കിലും സന്തോഷിക്കട്ടെ. അയാളത് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു. പെട്ടെന്നവർ അയാളെ നോക്കി. രഘുവേട്ടാ, അവരിതറിഞ്ഞ അവരുടെ കണ്ണിലെ ഭയം അയാൾക്ക് ബോധ്യമായി. ഇല്ല, ഒന്നും അറിയില്ല. ഇനി അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാവലായി ഈശ്വരനുണ്ട്. അയാളുടെ ഉള്ളിൽ എന്താണെന്നറിയാതെ അവർ മിഴികളൊപ്പി. റിസോർട്ടിൽ നിന്നും കാറിലേക്ക് കയറുമ്പോൾ നിറഞ്ഞ കണ്ണുകൾ അവരിൽ നിന്നും മറയ്ക്കാൻ പാടുപെടുകയാണ് പാറു. ചന്തുമോള് വന്നില്ലല്ലോ ഏട്ടാ. അവൾ അവിടെ വന്നോളും അമ്പി. നിനക്കറിയാലോ, വല്ലാത്ത തിരക്ക് പിടിച്ച ജോലിയാ മോൾക്ക്. അങ്ങനതിന് എപ്പോഴും വരാനൊന്നും കഴിയില്ല. സാരഥി ട്രേഡേഴ്സിൻ്റെ അക്കൗണ്ട് നോക്കുന്നത് മോളാ. ലളിത ഞെട്ടലോടെ അയാളെ നോക്കി. അയാൾ അവരെ കണ്ണുകൾ അടച്ചു കാട്ടി. അവരെന്തൊക്കെയോ ഓർത്ത് കണ്ണുകൾ അടച്ച് സീറ്റിലേക്ക് ചാരി. പുതിയ വീടിന് മുന്നിൽ കാർ നിർത്തി. അയാൾ ബാക്കിലെ ഡോർ തുറന്നു പിടിച്ചു. ചിരിയോടെ അവരെ നോക്കി. ഇറങ്ങ്. മുന്നിലെ വലിയ ഇരുനില കെട്ടിടം കണ്ടതും പാറു ഞെട്ടലോടെ അമ്മയെ നോക്കി. അവർ ദയനീയമായി അയാളെയും. അപ്പോഴും അയാൾ കണ്ണുകൾ അടച്ച് ചിരിച്ചു. അങ്കിൾ, ഇതാണോ അങ്കിളിൻ്റെ? അവൾക്ക് സംശയം. ഇനി ഇതെൻ്റെ അല്ല, നിങ്ങളുടെ സ്വന്തമാ. മോൾ ഐശ്വര്യമായി അങ്ങ് കയറിക്കോ. അടുക്കളയിൽ എല്ലാം സെറ്റാ. നമുക്ക് ആർഭാടമൊന്നുമില്ലാതെ പാല് കാച്ചി അങ്ങ് തുടങ്ങാം. അയ്യോ, അതൊന്നും വേണ്ടങ്ങൾ. 6 മാസം, അത് കഴിഞ്ഞാൽ ഞങ്ങളങ്ങ് പോകും ഞങ്ങളുടെ നാട്ടിൽ. ആ, അതൊക്കെ പിന്നീട് ആലോചിക്കാം. ഇപ്പം ഇത് നടക്കട്ടെ. അയാളുടെ ഉത്സാഹം കണ്ടിട്ട് ഒന്നും മിണ്ടാതെ അവൾ അമ്മയുടെ കയ്യും പിടിച്ച് അയാളുടെ പിന്നാലെ നടന്നു. ഡോർ തുറന്ന് അകത്തേക്ക് കയറി അവർ പകച്ചുപോയി. എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞ ആഡംബര വീട് തന്നെയായിരുന്നു അത്. അവൾ വേദനയോടെ അമ്മയെ നോക്കി. അമ്മേ, നമ്മളിതിനൊക്കെ അർഹരാണോ അമ്മേ? നമുക്ക് നാട്ടിൽ പോകാമേ. പവിമോളെ, നമുക്ക് ചെക്കപ്പിന് കാറിൽ സൂക്ഷിച്ചു കൊണ്ടുവരാം. എനിക്കിതൊക്കെ കണ്ടിട്ട് എന്തോ പേടി പോലെ. മോളെ,
നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഇതിനൊക്കെ നിങ്ങളെക്കാൾ അർഹത ഉള്ളവർ വേറെയില്ല. ഇതിപ്പോൾ ഈശ്വരൻ്റെ വരദാനമാണെന്ന് കരുതിയാൽ മതി. എല്ലാ കാലത്തും മനുഷ്യൻ ഒരുപോലല്ലല്ലോ. മോള് വാ, രാഹുകാലം കഴിയും മുന്നേ നമുക്ക് ആ ചടങ്ങ് അങ്ങ് നടത്താം. പക്ഷേ കാർമേഘം മൂടിയ മനസ്സോടെ ആകരുത് എന്ന് മാത്രം. അയാൾ പറഞ്ഞതും അവൾ അമ്മയെ നോക്കി. അമ്മേ, എനിക്കതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. മനസ്സൊക്കെ വല്ലാതെ പിടയ്ക്കുന്നു. അമ്മ തന്നെ ചടങ്ങ് നടത്തിക്കോളൂ. അവളുടെ ആ തുറന്നു പറച്ചിൽ രഘുവിന് അതിശയം തോന്നി. ഇന്നത്തെ കാലത്ത് ഇത്രയും സൗഭാഗ്യം മുന്നിൽ വന്നിട്ടും അതൊന്നും വലിയ കാര്യമല്ലാത്തതുപോലെയുള്ള അവളുടെ ആ രീതി അയാൾക്ക് അവളെ വളരെയധികം ഇഷ്ടമായി. അയാൾ മനസ്സിൽ എന്തൊക്കെയോ കണക്കുകൂട്ടലുകൾ നടത്തി. കുളിച്ചിറങ്ങിയ ചന്തു അവനൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അലക്കിയ തുണികൾ വിരിക്കാൻ പോയി. അവൾ പോകുന്നത് നോക്കി മഹി എന്തോ മനസ്സിൽ ഉറപ്പിച്ചു. അവൾ തിരികെ വരുന്നത് നോക്കി അവൻ അക്ഷമയോടെ ഇരുന്നു. അവളുടെ വാസന മൂക്കിലേക്ക് തുളച്ചു കയറിയതും അവൻ തിരിഞ്ഞു. അവൾ വീണ്ടും ഒരു പുഞ്ചിരി നൽകിക്കൊണ്ട് കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിന്ന് മുടി തുടച്ചു തുടങ്ങി. മഹിക്കെന്തോ അവളോട് പറയാനുണ്ട്. പക്ഷെ എന്തോ എന്താ അത്? അത് തന്നെ, ഉള്ളിലുള്ള പ്രണയം തുറന്നു പറയാൻ കഴിയാത്ത ഒരു തരം വിങ്ങൽ. നിങ്ങൾക്കങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ചുമ്മാ പറഞ്ഞതാണേ, ഇനി അതി പിടിച്ചോണ്ട് വന്നേക്കരുത്. അപ്പം നമ്മുടെ ചന്തു ഇങ്ങനെ പൊട്ടും സിന്ദൂരവും ഒക്കെ തൊടുന്ന തിരക്കിലാണേ. മഹിക്കോ ആകെ ഒരു വീർപ്പുമുട്ടലും. രണ്ടും കൽപ്പിച്ചുകൊണ്ട് അവൻ അവളുടെ പിന്നിലേക്ക് അങ്ങ് ചെന്ന് നിന്നു. വിളിക്കാൻ വായ തുറന്ന അവൻ അതുപോലെ അങ്ങ് നിന്നുപോയി. അവളുടെ പിൻകഴുത്തിൽ പറ്റിപ്പിടിച്ച വെള്ളത്തുള്ളികളുടെയും ചെമ്പൻ രോമങ്ങളുടെയും ഇടയിൽ അതാ ഒരു കറുത്ത കുഞ്ഞൻ. പോരെ ചെക്കൻ്റെ കിളികൾ മുഴുവൻ ആ ജില്ല കടക്കാൻ. അവൻ്റെ ആ നിൽപ്പ് കണ്ണാടിയിൽ കൂടി കണ്ട അവൾ അമ്പരന്നു പോയി. മഹിയേട്ടാ. അവൻ്റെ അനക്കമില്ലാത്തതും അവൾ ഒന്നുകൂടി ശബ്ദം എടുത്തു വിളിച്ചു. അതോടെ അവൻ ഞെട്ടലോടെ അവളെ നോക്കി. അവൾ കണ്ണാടിയിൽ കൂടി തന്നെ പുരികമുയർത്തി എന്താ എന്ന് ചോദിച്ചു. അവൻ്റെ തൊണ്ട വരണ്ട അവസ്ഥ. പാവം ഒരിറക്ക് ഉമിനീർ കുടിച്ചിറക്കി. എന്താ മഹിയേട്ടാ? അത് തൻ്റെ ബാക്കിൽ. അവൾ പെട്ടെന്ന് കൈ പിന്നിലേക്ക് വളച്ചു. അയ്യോ ഇല്ല, ഞാൻ ഇട്ട് തരാം. വിക്കലോടെ അതവൻ പറയുമ്പോൾ അവൾ വിറച്ചുപോയി. അവൻ്റെ കൈ വിറയലോടെ ഉയർന്നു. നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. അവൻ്റെ മുഖത്ത് വിയർപ്പ് കണങ്ങൾ ഉരുണ്ടുകൂടി. ചുണ്ടുകൾ വിറകൊണ്ടു. ഇതൊക്കെ എന്തിൻ്റെ ലക്ഷണമാണെന്നറിയുന്നവർ കമൻ്റ് ചെയ്യൂട്ടോ. അവൻ്റെ കൈകൾ ടോപ്പിലെ സിബ് വലിച്ചിട്ട് കൊടുത്തു. കഴിഞ്ഞു. അവൻ്റെ ശബ്ദം വല്ലാതെ നേർത്തുപോയിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല. അവളുടെ ശബ്ദം പതിഞ്ഞുപോയി. അത് സാരമില്ല. എനിക്കൊരു കാര്യം. പെട്ടെന്ന് അവൻ ഫോൺ റിങ് ചെയ്തതും രണ്ടുപേരും ഒരുപോലെ ഞെട്ടി. പിന്നെ പരസ്പരം നോക്കി പുഞ്ചിരി തൂകി. അവൻ ഫോൺ എടുക്കാൻ തിരിഞ്ഞതും അവൾ വീണ്ടും കണ്ണാടിയിലേക്ക് ദൃഷ്ടി ഉറപ്പിച്ചു. ഇല്ലടാ, ഞാൻ വരും. എനിക്ക് വേണം അവനെ, എൻ്റെ അച്ഛനെ അവൻ. മഹിയുടെ മുഖം വലിഞ്ഞു മുറുകി. അവൻ്റെ ഭാവം കണ്ട ചന്തുവിന് മനസ്സിലായി മറുപുറത്ത് അഗ്നിയാണെന്ന്. ദത്തിൻ്റെ മുഖം മനസ്സിൽ ഓടിയെത്തിയതും അവൾക്കെന്തോ വല്ലായ്മ തോന്നി. ഫോൺ കട്ടാക്കി അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് വേഗം തിരിഞ്ഞു. മഹിയേട്ടാ. അവൻ നിന്നു. പക്ഷേ തിരിഞ്ഞു നോക്കിയില്ല. ദത്ത്, അവനെ ഇനി ആരും കാണില്ല. ദത്ത് എന്ന വ്യക്തി ഇനി ഈ ഭൂമിയിലുണ്ടാകില്ല. മഹിയുടെ ആ വാക്കുകൾ കേട്ട് വിറച്ചുപോയി അവൾ.